ഓ ഹലോ So welcome to my new vlog. So trip to Varkala. എന്നെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. ഇവിടെ നമ്മൾ വർക്കലയിലേക്കാണ് പോകുന്നത്. ഇനി നമുക്ക് പോണ വഴിക്കുള്ള പ്രകടനമാണ്. ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് ട്രിപ്പ് പോവാണ്. കരയിൽ നിന്ന് ഞാൻ വീഡിയോ എടുത്തു തരും. ഡാൻസ് കളിച്ച് തളർന്ന് നമ്മൾ സ്നാക്സ് കഴിക്കണം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോരോ സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളതൊക്കെ ഷെയർ ചെയ്ത് എല്ലാവരും കൂടെ കഴിക്കുകയാണ്. ഒരു ഹാപ്പിനെസ്സാണ് എല്ലാവരും കൂടെ ഇങ്ങനെ കൂടി. നമ്മൾ ഓരോ ട്രിപ്പ് ഓരോ മെമ്മറീസാണ്, ഓരോ നല്ലൊരു എൻജോയ്മെൻ്റ് കേട്ടോ. ഒരു ഹലോ കൂടെ വേണേ പറഞ്ഞോളൂ. ഹലോ ഹായ്. എവിടെ ഇരുന്നാ ഹായ്? ഇവിടുന്നാ ഹോയ് വന്നേന്ന്. ഇവിടെ ആരാണെങ്കിൽ ഹോയ് വിട്ടു. ഇവിടെ ഒരു ഹോയ് വിട്ടു. അയ്യോ, ഇവിടെ ഹോയ് വിട്ടു. ആരാണ് ഇവിടെ ഹോയ് വിട്ടത്? ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തി. അഖിൽ ബീച്ച് റിസോർട്ടാണ് വർക്കലയിലുള്ള. നമ്മൾ അകത്തോട്ട് കയറുകയാണ്. നമ്മൾ എത്തുകയാണ്. വെൽക്കം ടു അഖിൽ ബീച്ച് റിസോർട്ട്. ഇത് അടിപൊളി റിസോർട്ടാട്ടോ, നല്ല വലിയ റിസോർട്ട്. നല്ല രസമുണ്ട്. ഫുൾ ഗ്രീനറി ഒക്കെ ആയിട്ട് അടിപൊളി. ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ അവിടേക്കാണ് വന്നിരിക്കണേ. അതെ, നോക്കുന്ന രസമാണ് കാണാൻ. വാവ്. സോ നമ്മൾ റൂമിലോട്ട് പോവാണ്. ഫ്രഷ് ആവണം, ഡ്രസ്സ് മാറണം. അപ്പോൾ ഇതാണ് റിസോർട്ട്. നമ്മളങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നടന്ന് പോവുകയാണ് റൂമിലോട്ട്. എൻട്രൻസിൽ നിന്ന് കുറച്ച് നടക്കുന്നത് പോലെ. സോ എല്ലാം അങ്ങനെ കണ്ട് നടക്കുവാണ്. ഫുള്ളാണ്, ഭയങ്കര രസമുണ്ട് കാണാൻ. ഫുൾ ഗ്രീനറിയാണ്. ഇഷ്ടം പോലെ ഒരു ചെടിയൊക്കെ നട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. സോ വെൽക്കം ഡ്രിങ്ക് വന്നു. നമ്മൾ വെൽക്കം ഡ്രിങ്ക് കുടിച്ച് എല്ലാവരും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ചിയേഴ്സൊക്കെ പിടിച്ച് വെൽക്കം ഡ്രിങ്ക് കുടിക്കുകയാണ്. ആസ് യൂഷ്വൽ എപ്പോഴത്തെയും പോലെ അഞ്ചുമ്പോൾ നമുക്ക് എല്ലാവർക്കും ബ്രെഡും ബട്ടർ ജാമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളതും കഴിക്കുകയാണ്. നമ്മളിതുവരെ റൂമിൽ കയറിയിട്ടില്ല. നമ്മളിപ്പം ജ്യൂസൊക്കെ കുടിച്ചു, സ്നാക്സ് കഴിച്ച് റൂമിൽ പോവാണ്. ഞങ്ങൾ നമ്മളെ പിടിച്ചാൽ കിട്ടത്തില്ല. ഇതാണ് നമ്മൾ ചാടാൻ പോകുന്ന പൂൾ. നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അതെ, എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നുണ്ട്. കാരണം നമ്മൾ കുറേ റീൽസ് ഇതിനിടയിൽ എടുക്കുന്നുണ്ട്. എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സ്
ഇട്ടേക്കുന്ന റീലെടുക്കാനായിട്ടായിരുന്നു. നമ്മൾ പൂളിൽ ചാടുന്ന മുമ്പ് അവിടെ നിന്ന് നമുക്ക് സ്നാക്സ് ഉണ്ടായിരുന്നു, ടീ, കോഫി, സ്നാക്സ്. അപ്പോൾ നമ്മൾ അതും കൂടി കഴിച്ചിട്ട് നമ്മൾ പൂളിലേക്ക് പോകാമെന്നാണ് ഇരിക്കണേ. ഇതേ നല്ല കോഫി, ഉള്ളിപ്പക്കോടെ, നമ്മളിതെല്ലാം കഴിച്ച് എല്ലാവരും കൂടി ഇരുന്ന് ഒന്ന് സംസാരിച്ച് ചില്ലായിട്ട് നമ്മൾ പൂളിലോട്ട് പോവാണ്. നമ്മളിവിടെ എന്തോ വീഡിയോ ഒക്കെ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടാണ് ഇവിടെയും ഇരിക്കണത്. നമ്മൾ ഓരോ സ്പോട്ടിലും നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്. കുറേ വീഡിയോസ് ആക്ച്വലി എഡിറ്റിങ്ങിനുണ്ട്. ഇതൊക്കെ ഇനി എപ്പോഴാണെന്നൊന്നും അറിയില്ല. കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട് റീലാക്കാനായിട്ട്. ഇനി എൻ്റെ പൂളിലുള്ള പ്രകടനമാണ്. നീന്താൻ അറിയില്ല, എന്നിട്ട് നല്ലോണം വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. ഇടയ്ക്ക് മുങ്ങിപ്പോയി. നീന്താനുള്ള കുറേ ശ്രമങ്ങളും പഠിക്കാനുള്ള കുറേ ശ്രമങ്ങളൊക്കെ ഞാൻ നടത്തുന്നുണ്ടായിരുന്നു. ഞാൻ കുറേ ഫണ്ണി വീഡിയോസ് കാണാം. ഇതേ നമ്മൾ പന്ത് കളിക്കുകയാണ്. ഇതാണ് മെയിൻ പരിപാടി. നെക്സ്റ്റ് റീലിനുള്ള പ്രിപ്പറേഷനിലാണത്. ഫുൾ വീഡിയോയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ്. എന്തൊക്കെയൊക്കെയോ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓൺ ദ വേ വരുന്നതായിരിക്കും. നല്ലോണം നീന്താൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് നീങ്ങുന്നില്ല. എനിക്ക് സ്വിമ്മിങ് അറിയില്ല. ഞാൻ അത് കിട്ടിയപ്പോൾ, ഞാൻ റിങ് കിട്ടിയപ്പോൾ ഞാൻ അത് വെച്ചിട്ട് സ്വിമ്മ് ചെയ്യാൻ നോക്കുകയാണ്. അങ്ങനെ എൻ്റെ കുറേ പരിപാടിയൊക്കെയാണ് വെള്ളത്തിൽ. ഇതേ നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ മാറി നെക്സ്റ്റ് നമ്മൾ ബീച്ചിലോട്ട് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. അതിന് മുമ്പ് ഫുഡ് കഴിക്കണം. ലഞ്ചായിട്ടുണ്ട്. നല്ല അടിപൊളി ലഞ്ചായിട്ട് പറയാണ്ടിരിക്കുക. നല്ല ടേസ്റ്റ്, നല്ലൊരു സദ്യയായിരുന്നു നമുക്ക് വിത്ത് പായസം. നമ്മളങ്ങനെ ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ നല്ല വയർ നിറച്ച് കഴിച്ചു. അതിനുശേഷം ഭയങ്കര ക്ഷീണമായി. ഉറങ്ങിയെന്നൊക്കെ വിചാരിച്ചു ഞങ്ങൾ. ഇത് അവിടെ കടലൊരു സൈഡായി. നമ്മൾ ഓൺ ദ വേ ടു ബീച്ച്. അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. നടന്നു തുടങ്ങി ബീച്ചിലോട്ട്. നമ്മൾ നടന്നിട്ടും അങ്ങ് എത്തുന്നില്ല. അതൊക്കെ കൂട്ടി വെച്ചിരിക്കുന്നു. നോക്ക് മക്കളെ, നോക്ക്. നോക്ക് എന്ത് രസമാണ്. എനിക്ക് ട്രക്കിങ്ങിന് പോയ ഓർമ്മ വന്നു ലാസ്റ്റ് ടൈം. അതുപോലെ ഒരു കുത്തനാളൊരു സ്റ്റെപ്പ്, അത് ഇറങ്ങിയാണ് ഷോർട്ട് കട്ടിലേക്ക് കുറേ നടന്ന് ചുറ്റി പോകണം. അപ്പോൾ ആ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീച്ചിലോട്ട് എത്താൻ. നമ്മളിങ്ങനെ പതുക്കെ സ്റ്റെപ്പ് ഇറങ്ങുകയാണ്. ഞാനിങ്ങനെ പേടിച്ചിറങ്ങുക. എനിക്ക് പേടി, എനിക്ക് ഹൈറ്റ് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കുത്തനെ നിൽക്കുമ്പോൾ വീഴുമ്പോൾ എന്നുള്ളൊരു ഇത് വരും. സോ പതുക്കെ പിടിച്ച് ഇറങ്ങി
അവിടെ നിന്ന് നോക്കുമ്പോൾ രസം കേട്ടോ. ആ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ബീച്ച് കാണാൻ ഭയങ്കര രസമുണ്ട്. നമ്മളിത് സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തിയിട്ടുണ്ട്. നോക്കാൻ എന്ത് രസമാണ്. ബീച്ച് എന്ന് പറയുമ്പോൾ വേറൊരു വൈബ് കേട്ടോ. നമ്മൾ എത്ര ബീച്ചിൽ പോയെന്ന് പറഞ്ഞാലും നമുക്ക് ഓരോ ടൈം പോകുമ്പോഴും ഓരോരോ ഫീലിങ്സാണ്. ഞാൻ കുറേ നേരം ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരുന്നു. ഇപ്പം നമ്മൾ വർക്കല ബീച്ചിൽ വന്നേക്കണം. ഇപ്പോൾ ഏത് ബീച്ചാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മളുടെ മെയിൻ എയിം എന്ന് പറയുന്നത് നമുക്ക് ഹാപ്പിനെസ്സാണ്. അപ്പം നമ്മുടെ കൂടെയുള്ള നമ്മുടെ എത്രയും പേരുണ്ട്, നമ്മൾ എല്ലാവരും കൂടി ഒരു വൺ ഡേ ഒരു എൻജോയ്മെൻറ്റാണ്. എല്ലാം മറന്ന് നമ്മൾ സന്തോഷിക്കുക, നമ്മുടെ സമാധാനം, ആ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് പോകണം. അതിന് സ്പെഷ്യൽ താങ്ക്സ് പറയുന്നത് അഞ്ചുമ്മയുടെ തന്നെയാണ്. അഞ്ചുമ്മയാണ് ഇതൊക്കെ പ്ലാനിങ്ങും എല്ലാം ഇനിഷ്യേറ്റീവൊക്കെ എടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഹാപ്പിനെസ്സാണ്. നമ്മളല്ലേ നമുക്ക് ഇതൊക്കെ സ്ഥിരം പോകുന്ന സ്ഥലങ്ങളായിരിക്കും പലരും. നമ്മളിപ്പോൾ വ്ളോഗാണെങ്കിൽ നമ്മുടെ ഒരു ഹാപ്പിനെസ് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മുടെ ഇതിലിപ്പോൾ സ്പെഷ്യൽ ഇൻഫർമേഷനോ ഒന്നുമില്ല, പക്ഷേ നമ്മുടെ സന്തോഷമാണ്. എല്ലാവരും കൂടി നമ്മൾ ഒള്ളി ലേഡീസ് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഒത്തുചേർന്ന് നല്ല ഫുഡ് കഴിക്കുക, നല്ല ട്രാവൽ ചെയ്യുക, കഥയൊക്കെ പറഞ്ഞ് ഭയങ്കര രസമാട്ടോ. ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ. ഞാൻ വൺ ടൈം നമ്മുടെ ടീമിൻ്റെ കൂടെ പോയിട്ട് പിന്നെ ഞാൻ സ്ഥിരമാക്കി. ഞാൻ ഇനിയും എല്ലാം ബന്ധം നമ്മൾ മാക്സ് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ട്രിപ്പ് പോകാനുള്ള പ്ലാനുകൾ എല്ലാവരും നമുക്ക് കിട്ടുന്ന കുറച്ച് പേരെങ്കിലും ചേർന്ന് ഇതേപോലെ ജസ്റ്റ് ഒരുപാട് ദൂരമോ അല്ലെങ്കിൽ ഭയങ്കര ഫണ്ട് ഇറക്കിയിട്ടോ ഒന്നും വേണ്ട. നമ്മുടെ അടുത്തുള്ള സ്ഥലത്താണെങ്കിലും നമ്മളിങ്ങനെ ഒന്ന് ഒരുമിച്ച് പോവുക, സന്തോഷം കണ്ടെത്തുക എന്നൊക്കെയാണ്. അങ്ങനെ എന്നെയാണ് ആദ്യം ഡ്രോപ്പ് ചെയ്തത്. എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് എല്ലാവരും ടാറ്റ കാണിച്ച് പോവാണ്. സോ ബൈ.